റിയൽമിയുടെ പുതിയൊരു സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോഴാണ് റിയൽമിയുടെ പി സീരീസ്. റിയൽമിയുടെ പി സീരീസ് ഇന്ത്യ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. ഇനീഷ്യലി റിയൽമി പി സീരീസിൽ 2 ഫോണുകൾ വരുന്നതായിരിക്കും, റിയൽമി P1ഉം അതുപോലെ തന്നെ റിയൽമി P1 പ്രോയും. ഈ ഫോണുകളുടെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഫീച്ചേഴ്സ് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റിയൽമിയുടെ പുതിയ സീരീസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു പി സീരീസിനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ എന്നാണ്. അപ്പം മിക്കവാറും പെർഫോമൻസ് ആയിരിക്കും ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അവർ അത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പെർഫോമൻസ് ആയിരിക്കും മെയിനായിട്ട് നോക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഡിസൈൻ എന്നുള്ളതും അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ ആയിരിക്കില്ല, മിക്കവാറും ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് സീരീസിൽ വരുന്ന ഫോണുകളായിരിക്കും. എന്തായാലും ഇനി ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഇതിൽ റിയൽമി P1 ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് കൂടിയ പീക്ക് ബ്രൈറ്റ്നസ് ഇതൊക്കെ വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും P1 വരിക. P1 പ്രോയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസർ ഇതിൽ വരും. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും. അപ്പം വളരെ മികച്ചൊരു പ്രോസസ്സറും ഇതിൽ വരുന്നതായിരിക്കും. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആയിരിക്കും ഈ ഒരു ഫോൺ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൺ വെട്ട നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് 7 ലെയർ VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ 5000 mAh ബാറ്ററി ഒക്കെ വന്നേക്കാം. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി P1 പ്രോയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ Pro XDR എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. പിന്നെ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. ബെസൽസ് ഒക്കെ അത്യാവശ്യം ചെറിയ ബെസൽസ് ആയിരിക്കും. സൈസ് 2.32 mm മാത്രമായിരിക്കും വരിക. അപ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് അവർ ടീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. അപ്പം P1 തന്നെ ഈ ഒരു ഫോണിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP65 റേറ്റിംഗും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 20,000 രൂപയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൺ വെട്ട നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ടാക്ടൈൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് വെള്ളമായാലും ഫോണ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ടീസ് ചെയ്തിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കഴിഞ്ഞിട്ടില്ല. മിക്കവാറും അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല ഈ ഒരു ഫോണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. P1 പ്രോയുടെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ P1 വില 15,000 രൂപയ്ക്ക് താഴെയും ആയിരിക്കും വരിക. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണുകളാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ April 15 ഈ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റും ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പുതിയൊരു സീരീസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഓൾറെഡി റിയൽമിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകൾ വരുന്നുണ്ട്. ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ നമ്പർ X സീരീസിൽ വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12X ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നാർസോ സീരീസിൽ വരുന്ന ഫോണുകളും അതുപോലെ തന്നെ നമ്പർ സീരീസിൽ വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നാർസോ 70 Pro, റിയൽമി 12 Plus, നാർസോ 60 എന്നീ ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിക്ക് ഓൾറെഡി ഫോണുകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് പുതിയൊരു സീരീസും കൂടി വരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻസ് കൂടിയേ ഉള്ളൂ.
ഇപ്പം റിയൽമി നാർസോ സീരീസിലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ സീരീസിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും റിയൽമിയുടെ പുതിയൊരു സീരീസും കൂടി വരുന്നുണ്ട്. ഇനീഷ്യലി റിയൽമി P1 അതുപോലെ തന്നെ P1 Pro എന്നീ ഫോണുകളായിരിക്കും ലോഞ്ച് ചെയ്യുക. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.